നമ്മൾ ഈ സെലിബ്രിറ്റീസിനെ കാണുമ്പോൾ നമ്മളും ആഗ്രഹിക്കുമല്ലേ, നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്ന് നമുക്ക് കിട്ടണം എന്ന്. ഭയങ്കര ഫ്രഷ് ലുക്കാണ് അവരെ കാണുമ്പോൾ എപ്പോഴും. അതിന് കുറേ കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ട് കേട്ടോ. അത്രയും കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കുഞ്ഞു സാധനങ്ങൾ മതി കേട്ടോ. അടുക്കളയിലുള്ള ഒരു കുഞ്ഞു സാധനം കൊണ്ടുവരും നമുക്ക് നല്ലൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ നമ്മുടെ ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. ഇതൊരു സിമ്പിൾ കേർഡ് ഫേസ് പാക്കാണ്. ഇതിൽ പിന്നെ നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ചേരുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. എന്തായാലും നിങ്ങൾ ഫുള്ളും സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമ്മൾ അതിനായിട്ട് എടുത്തിരിക്കുന്ന അലോവേരയാണ്. അലോവേര നമ്മുടെ ഫേസിന് ഭയങ്കരമായിട്ട് കൂൾ ചെയ്യും, നമ്മുടെ ഫേസിലുള്ള റെഡ്നെസ്സൊക്കെ മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ കട്ട തൈരില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ചാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മുടെ ഈ പിമ്പിൾസ് റെഡ്യൂസ് ചെയ്യാനും റെഡ്നെസ് കുറയ്ക്കാനും സ്കിൻ ഡള്ളായിട്ടിരിക്കൂലേ അതൊക്കെ മാറാനും എല്ലാം ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരാനും എല്ലാം ഹെൽപ്പ് ചെയ്യും ഈ തൈരും അലോവേരയും കൂടി. ഇനി ഞാൻ ഈ അലോവേരയെ കുറച്ച് നേരം നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മുടെ വെള്ളത്തിൽ മുക്കി ഡിപ്പ് ചെയ്ത് വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിലൊരു മഞ്ഞ കളർ കറ വരും. അതൊന്ന് ഭയങ്കര പോയിസണാണ്, നമുക്ക് ദേഹത്തിൽ ഇറിറ്റേഷൻസ് ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അത് കളയണം. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ അലോവേര തനിയെ ഉപയോഗിച്ചാൽ, അതായത് അലോവേര മാത്രം ജസ്റ്റ് ഒന്ന് കീറിയിട്ട് ഇത് എല്ലാം കളഞ്ഞിട്ട് ഈ മഞ്ഞക്കറയില്ലേ അത് കളഞ്ഞിട്ട് ഉപയോഗിച്ചാൽ കൂടി എനിക്ക് നന്നായിട്ട് ചൊറിയും കേട്ടോ. ഇറിറ്റേഷൻസ് വരും, ഭയങ്കര ഇച്ചിങ് ഒക്കെ വരും. പക്ഷേ എനിക്ക് കേടുമായിട്ട് ഉപയോഗിച്ചിട്ട് ഒരു കുഴപ്പമില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു സെൻസിറ്റീവ് സ്കിന്നാണ്, ഇറിറ്റേഷൻസ് ഒക്കെ അലോവേര ഉപയോഗിക്കുമ്പോൾ വരും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ അലോവേരയ്ക്ക് പകരം നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കത്തില്ലേ, ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന സാധാ അലോവേരയില്ലേ വൈറ്റ് കളറിലുള്ള, അത് വാങ്ങിക്കാം കേട്ടോ. അതും അടിപൊളിയാണ്. മാമാർത്തിൻ്റെ വാങ്ങിക്കാം, പല ബ്രാൻഡ് പ്ലമ്മിൻ്റെ ഉണ്ട്, അങ്ങനെ പല ബ്രാൻഡും ഉണ്ട് കേട്ടോ നല്ലത്. പിന്നെ നമ്മുടെ ഈ ആയുർവേദത്തിൻ്റെയൊക്കെ കുറേ ഉണ്ട് കേട്ടോ, അതൊക്കെ അടിപൊളിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നമ്മളിത് രണ്ടും കൂടി നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഏതൊരു പാക്ക് ഇട്ടാലും നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ആയിരിക്കണം. ഫേസ് ക്ലീൻ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിന് പ്രശ്നം, ഇറിറ്റേഷൻസും നമ്മുടെ സ്കിൻ അലർജിയും പിന്നെ നമ്മൾ വെളുക്കാൻ തേച്ചത് പാണ്ടാവും എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോകും കേട്ടോ. അപ്പോൾ ഒരിക്കലും നിങ്ങളത് സ്കിപ്പ് ചെയ്യരുത്. നമ്മുടെ സ്കിൻ എപ്പോഴും ഫേസ് എപ്പോഴും ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രമേ ഏതൊരു ഫേസ് പാക്കും അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മൾ നേരെ ചെയ്ത്, ഞാനിപ്പം പുറത്ത് പോയിട്ട് വന്നതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഫേസ് വാഷ് ചെയ്തു എന്നിട്ടാണ് ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യണത്. അതാണ് പറഞ്ഞത് കേട്ടോ. അത് നിങ്ങൾ മറക്കല്ലേട്ടോ. ചില ആൾക്കാരുണ്ട് ഓടിപ്പോയി പുറത്ത് പോയിട്ട് നേരെ വന്ന് തൈരല്ലേ എന്ന് പറഞ്ഞ് ജസ്റ്റ് അതങ്ങ് എടുത്തിടാം എന്നും പറഞ്ഞിട്ട്, പക്ഷേ അത് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ തൈര് ഉപയോഗിക്കുമ്പോൾ പഴകിയ തൈരൊന്നും ഉപയോഗിക്കരുത്, ഡേറ്റ് കഴിഞ്ഞ് പോയി അതൊന്നും ഉപയോഗിക്കരുത്. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈര് അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടി ഫാറ്റ് കൂടുതലായിരിക്കും. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കുറച്ചും കൂടി തിന്നായിട്ടുള്ള കിട്ടും കേട്ടോ, കൺസിസ്റ്റൻസിയിലുള്ളത്. അത് കുറച്ചും കൂടി നല്ലതായിരിക്കും. അത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. നല്ല ചൂടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ തൈര് ഉപയോഗിക്കുമ്പോൾ നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ്. പിന്നെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടും കേട്ടോ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. നിങ്ങൾ ഒരു പാക്കും ഇടാത്തതും പിന്നെ ഈ തൈരിൻ്റെ പാക്ക് ഇട്ടതിന് ശേഷവും നിങ്ങളുടെ ഫേസിൽ വരുന്ന മാറ്റം അമേസിംഗ് ആണ്. ഭയങ്കര റിസൾട്ടാണ്. ഭയങ്കര പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ടത് അപ്ലൈ ചെയ്യുക ഫേസിൽ. പിന്നെ നമ്മുടെ തൈരിൻ്റെ തന്നെ ഒരു ഫേസ് പാക്ക് നേരത്തെ ചെയ്തിട്ടുണ്ട്, ഞാൻ പ്ലേലിസ്റ്റിലുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കി നോക്കുക, അടിപൊളിയാണ് കേട്ടോ. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. അതായത് നമ്മൾ ഒരു പാർലറിൽ പോയിട്ട് നമ്മൾ സാധാ ഒരു ഫേഷ്യൽ ചെയ്യില്ലേ, ആ ഒരു എഫക്റ്റ് കിട്ടും കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പറയണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അത്രയ്ക്ക് അടിപൊളി ഫേസ് പാക്കാണത്. അതിട്ടിട്ട് എനിക്ക് തന്നെ അടിപൊളിയായിട്ട് തോന്നി. പിന്നെ ഞാൻ ഇത് പിന്നെ ഒരു 10 മിനിറ്റ് മാത്രമേ വയ്ക്കുന്നുള്ളൂ. വച്ചതിന് ശേഷം വാഷ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കാണാം. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാവേ. ഞാനിതിപ്പോൾ വാഷ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. നല്ല ഇൻസ്റ്റൻറ്റ് ഗ്ലോ ആയിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിലുള്ള റെഡ്നെസ്സൊക്കെ മാറ്റാനും പാടുകളൊക്കെ മാറ്റാനും പതിയെ നമുക്ക് വീക്ക്ലി 2 തവണയൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് അടിപൊളി ഫേസ് പാക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു കണ്ടൻറ്റുമായിട്ട് കാണാം. അപ്പം നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുകയല്ലേ. ബൈ.